ഭൂപതിവ ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭൂപതിവ ചട്ട രൂപീകരണം അധികം വൈകില്ല. മെയ് മാസത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കും. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കണക്കിലെടുത്ത ഇടുക്കിയിൽ ഉൾപ്പെടെ ക്വാറികൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഏതാവശ്യത്തിനാണോ ഭൂമി വിനിയോഗിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാവും പുതിയ വിനിയോഗത്തിന് വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് പരമാവധി പ്രയോജനം ലഭിക്കത്തക്കവണ്ണമാണ് പുതിയ തരംമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ, ഇവക്കെല്ലാം ഭൂമിയുടെ തുടർ വിനിയോഗം അനുവദിക്കും. ഇനി ഇത് അനന്തമായി നീളാൻ പോകുന്നില്ല. ഈ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന ചർച്ചയും തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ്. ഇതിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം പരിഗണിച്ച് ക്വാറികളുടെ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ 500 പേരുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ഓരോ മേഖലയിലെയും പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി VN വാസവൻ, MLA-മാരായ MM മണി, വാഴൂർ സോമൻ, അഡ്വക്കേറ്റ് A രാജ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള ചൊവ്വാഴ്ച മുതൽ മെയ് 5 വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കും.